പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞ ഉപമകൾ നിങ്ങൾ സശ്രദ്ധം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ചില ഉപമകളൊക്കെ അരിത്തമാറ്റിക്കൽ ഉപമകളാണ്, കണക്കുള്ളതാണ്, പർട്ടിക്കുലറായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപമയാണ് ആടുകളെക്കുറിച്ചുള്ള ഉപമ. ഒരുവന് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതെന്താണ് ഈ 100 ആടുണ്ടെന്നിരിക്കട്ടെ? സാധാരണ ആട്ടുവളർത്തൽ ഇസ്രായേലിലും പലസ്തീൻ നാടുകളിലുമൊക്കെ ലെബനോൻ നാടുകളിലൊക്കെ ആട് വളർത്തൽ എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിനൊക്കെ 1000, 2000, 5000 ആടുകളൊക്കെയാണ്. വലിയ ഗ്രൂപ്പാണ്, ചെറിയ കൂട്ടമൊന്നുമല്ല. ആടുകളെ വലിയ കൂട്ടമായിട്ടാണ് ആട്ടിടയന്മാർ വളർത്തുന്നത്. എന്നാൽ യേശു പറഞ്ഞത് 100 ആടുള്ള ഒരുവൻ്റെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആടുകളുടെ എണ്ണമല്ല, ഒരു ശതമാനത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ശതമാനം. നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഒരു ഭവനത്തിലോ ഒരു സ്ഥലത്തോ പർട്ടിക്കുലർ സ്ഥലത്തിലോ ഒക്കെ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ നമ്മൾ ആകമാനം ഒന്ന് നോക്കും. ആകർഷണീയമായത്, പുതുമയുള്ളത്, അതിശയിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ ആ ഭവനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും അതിലേതെങ്കിലും ഒരു വസ്തുവിന്മേലുള്ള ദർശനമായിരിക്കാം ആ മുഴുവൻ ഭവനത്തിലും ഉള്ളതായ കണ്ണിൻ്റെ സഞ്ചാരത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ വ്യക്തിത്വങ്ങളും, അവിടെ പല വ്യക്തികളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നമ്മുടെ ശ്രദ്ധയും സംസാരവും കോൺവെർസേഷൻ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യും, ഏകീകരിക്കും. അതൊരു വലിയൊരു തത്വമാണ്. അതിൽ 1% എന്ന് പറഞ്ഞാൽ ആട്ടിൻകൂട്ടത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വം, പ്രൈസ് ദി ലോർഡ്, അത് നഷ്ടപ്പെട്ടു പോയാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി കണ്ടു കിട്ടുന്നിടം വരെ ഇത്ര വലിയ ത്യാഗം സഹിക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയ ഒന്ന് നിമിത്തമാണ് ഈ 99നെയും നേടുവാൻ തനിക്ക് സാധിച്ചത്. അടിസ്ഥാനപരമായി തൻ്റെ കയ്യിലുള്ളതായ ഒരു മുതൽക്കൂട്ട്, അടിസ്ഥാനം, അത് നഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനെ തിരികെ കിട്ടിയാൽ, ഈ വിട്ടുകളഞ്ഞ 99 നഷ്ടപ്പെട്ടാലും ശരി, അത് മുഖേന നഷ്ടപ്പെട്ടതിനെ തിരികെ കിട്ടിയാൽ അത് മുഖേന എനിക്കിനിയും അനേക 99കളെ സമ്പാദിക്കുവാൻ കഴിയും. മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ ചില പ്രാധാന്യതകൾ കർത്താവ് അത് എടുത്തു കാണിക്കുകയാണ്. 100% നിന്ന് 1%, ആ 1% മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ശതമാനമാണ്. മനുഷ്യനെല്ലാം നേടിക്കൊടുക്കുന്ന ഒരു സൂചികമാണ്, ഒരു സ്വഭാവമാണ്, ഒരു ട്രഡീഷനാണ്, ഇല്ലെങ്കിൽ ഒരു വിശേഷതയാണ്, ദൈവം കൊടുത്ത കൃപയുടെ ബഹുത്വമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി 99നെയും വിട്ടിട്ട് നമ്മൾ അതിനെ തേടി പോവുകയില്ലയോ? കണ്ട് കിട്ടുന്നിടം വരെ തെരച്ചിൽ. കിട്ടിയില്ലെങ്കിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഇല്ല ഒരു വാശി, എനിക്കത് കിട്ടിയേ മതിയാകും. കാരണം ഈ വിട്ടുകളഞ്ഞതായ മരുഭൂമിയിൽ വിട്ടിരിക്കുന്ന 99നെയും അതിനെയും കൂടെ 2 തട്ടിൽ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭാരം ആ ഒന്നിനാണ്. അതിന് വിലയേറിയതാണ്, അതെൻ്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നതാണ്, അതെൻ്റെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വസ്തുതയാണ്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, ജീവിതത്തിൽ എത്രയുണ്ടെങ്കിലും അതിൽ ഒന്നായിരിക്കാം നമ്മെ സഞ്ചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നത്. മറ്റതിനെല്ലാം മാസ്റ്ററൈസ് ചെയ്യുന്നത് അതായിരിക്കും. അതിനെയാണ് കർത്താവ് എടുത്ത് കാണിക്കുന്നത്. അത് കണ്ടുകിട്ടിയാൽ അതിനെ തോളിൽ വഹിച്ചുകൊണ്ട്, കാരണം എന്താണെന്നറിയാം, ഇനിയും മേലാൽ അത് ചാടിപ്പോകുവാനിടയാകരുത്. പെട്ടെന്ന് അതിനെ തോളിലേറ്റിയാണ് നടത്തിക്കൊണ്ട് വഴക്ക് പറയുകയല്ല. നീ എന്തിനാണ് ചാടിപ്പോയത്, നീ മരുഭൂമിയിൽ പോയത് എന്തിനാണെന്നൊക്കെ വഴക്ക് പറയുകയല്ല. ഇനിയും ഇത് പോയതെന്തുകൊണ്ടാണ്,
അവർ ആടിനെ തീറ്റിക്കൊണ്ടിരുന്നത് മരുഭൂമിയിൽ, ഒന്നുമില്ലായ്മയിൽ, വെള്ളമില്ലാത്തടത്ത്, പുല്ലില്ലാത്തടത്ത്, ദാരിദ്ര്യം, എപ്പോഴും ഒരു തിരക്തത. അവിടെ വന്നപ്പോൾ ഒരു വ്യക്തിത്വം തീരുമാനിച്ചു, വേണ്ട, എനിക്കിതിൽ നിന്ന് മാറണം. ആ മാറണമെന്ന് ചിന്തിച്ച വ്യക്തി മാസ്റ്ററാണ്. നമ്മളിൽ തന്നെ ഒരു വ്യക്തിയിലുള്ളതാണ്. കർത്താവ് ഒരു വ്യക്തിത്വത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഒരു വ്യക്തിത്വം, ഒരു മനുഷ്യനിലുള്ളതായ ഒരു തികവിന് കാരണഭൂതമാകുന്നതായ ഒരു വ്യക്തിത്വം, ഒരു സ്വഭാവം, ഒരു സമ്പത്ത്, ഇല്ലെങ്കിൽ ഒരു വർത്തമാനം, ഒരു വിശേഷത, ഒരു വിശ്വാസം, ഒരു കൃപയുടെ ഉറവ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ അർത്ഥമില്ലായ്മ നമ്മെ തുടരുന്നു. നമ്മൾ അല്പനേരം ദൈവത്തിൻ്റെ സന്നിധിയിൽ മെഡിറ്റേറ്റ് ചെയ്താൽ നമ്മളിലുള്ളതായ നമ്മെ കൺട്രോൾ ചെയ്യുന്ന ആ 1% എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ കൺട്രോൾ ചെയ്യുന്നത് ക്രിസ്തുവിനോടുള്ളതായ ബന്ധമാണ്. ആ ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിലെ സകലത്തിനും ഒരു താളപ്പിഴകൾ ഉണ്ടാകും. ദൈവത്തിലുള്ളതായ ആശ്രയം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിലെ ചരികൾ മുഴുവനും പാളം തെറ്റിയ വണ്ടിയെ പോലാകും. തുടക്കവും അവസാനവും എന്താണെന്ന് അറിഞ്ഞുകൂടാ. കേവലം ഒരു മാംസപിണ്ഡത്തെ പോലെ ജീവിക്കുന്നു എന്ന് മാത്രം, മരുഭൂമിയിൽ അലയുന്നെന്ന് മാത്രം, ലക്ഷ്യമില്ല. കൂടാതെ വേറൊരു കാര്യവുമുണ്ട്. ഒരാട്ടിൻകൂട്ടത്തിൽ വെച്ചും കൊണ്ട്, അല്ലെങ്കിൽ ഒരാട്ടിൻകൂട്ടത്തെ വളർത്തുമ്പോൾ ഈ ആട്ടിൻകൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരാട്ടിൻകുട്ടി മാസ്റ്ററായിരിക്കും. എന്തിൻ്റെ മാസ്റ്ററാണെന്ന് അറിയാമോ? ചെന്നായെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വരവിനെ, സാമീപ്യത്തെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കുട്ടി കാണും. ഇദ്ദേഹമാണ് ആദ്യം ശബ്ദമുണ്ടാക്കുന്നത്, അലയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ഒന്ന് അലച്ച് കഴിയുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് അത് ശബ്ദമുണ്ടാക്കും. അങ്ങനെയാണ് ഇടയൻ അറിയുന്നത്. വിജിലൻസ്, പെട്ടെന്ന് തിരിച്ചറിയുക, പെട്ടെന്ന് ശത്രുവിൻ്റെ സാമീപ്യത്തെ കുറിച്ചുള്ളതായ ഒരു ബോധം തരിക. തെറ്റായ വഴികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ആപത്തുകളും അനർത്ഥങ്ങളും വരുന്നു, ശത്രു നമ്മുടെ പുറകെ വരുന്നു എന്ന് നമ്മെ വിളിച്ചറിയിക്കുന്നതായ ഏതെങ്കിലും ഒരു വിശേഷത നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടങ്ങിയിട്ടുണ്ട്. മണത്തറിയുന്ന സ്വഭാവം. നായ്ക്കുട്ടികൾ കരയുന്നത് കണ്ടിട്ടില്ലേ? ഒരു ശത്രുവിനെ കണ്ടാൽ ആദ്യം പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരാൾ കാണും. ഒരു വ്യക്തിത്വമാണ്, അതൊരു സ്വഭാവമാണ്. അദ്ദേഹം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കുരയും എല്ലാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ശബ്ദമെല്ലാം, അല്ലെങ്കിൽ ഒരു ചലാവിലായി പോകും. ഒരു ലീഡർഷിപ്പില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിലുള്ള കൃപയിൽ ആശ്രയിച്ചിനുള്ള നടത്തിപ്പ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം അവതാളത്തിലേക്ക് നാം ഉദ്ദേശിക്കാത്ത രീതിയിൽ പോകും. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ, ക്രിസ്തുവുമായിട്ടുള്ളതായ ബന്ധമുണ്ടെങ്കിൽ, ആ ഇടയനുമായിട്ടുള്ളതായ നല്ലൊരു ഐക്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എത്ര ആടുകളെ വേണമെങ്കിലും നമുക്ക് കിട്ടും. ഏത് കാര്യവും നമുക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. എന്നാൽ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അന്യനായി പോയാൽ, ദൈവമില്ലാത്ത മനുഷ്യന് എത്ര സമ്പത്തുണ്ടായാലും അവൻ്റെ ജീവിതത്തിൽ ഒരർത്ഥമില്ലാത്ത ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം, ഐശ്വര്യപൂർണ്ണമല്ലാത്ത ജീവിതം. എന്നാൽ അവൻ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോഴോ അവൻ്റെ ദേഹി, അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് അരുമനാഥൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ അതാ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അവൻ്റെ ജീവിതത്തിൽ സമ്പത്തില്ല എങ്കിലും അവന് വലിയൊരു പ്രത്യാശയുള്ള ഒരു ജീവിതം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട ഐശ്വര്യപൂർണമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ചെയ്യുവാനുള്ള ഒരു ഉത്തേജനം അവൻ്റെ ജീവിതത്തിൽ കിട്ടുന്നു. നാൾതോറും നടക്കേണ്ടുന്ന വഴികളെക്കുറിച്ചുള്ളതായ ഒരു ഉപദേശകൻ അവൻ്റെ ഉള്ളിൽ തന്നെ, അവൻ്റെ ഭവനത്തിൽ തന്നെ ഉണ്ടാകും. നമുക്ക് 10 മക്കളുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടിയിൽ ഒരു വിശേഷത കാണും. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ മേധാവിത്വമായിരിക്കാം ആ ഭവനത്തെ മുഴുവനും നടത്തിക്കൊണ്ടു പോകുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 കുട്ടികളുണ്ടെങ്കിലും നിങ്ങൾക്ക് 3 കുട്ടികളുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അതിലൊരാൾക്ക് ദൈവം ഒരു വിശേഷത കൊടുക്കും. അദ്ദേഹമായിരിക്കും മാസ്റ്റർ, ഒരു കമാൻഡിങ് പവർ. ആ പവറിൽ കൂടെയാണ് ആ ഭവനം ഓടുന്നത്. ആ ഭവനത്തിൻ്റെ നിലനിൽപ്പും ഐശ്വര്യവും എല്ലാം അതിൽ കൂടെ ആയിരിക്കാം.
ചിലപ്പോൾ അതൊരു വാക്കിൽ കൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിൽ കൂടെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ചില ചൂണ്ടിക്കാണിക്കുന്ന ചില സ്വഭാവങ്ങളായിരിക്കാം, ചിലതിനെയൊക്കെ മണത്തറിയുവാനുള്ള ചില കഴിവുകളായിരിക്കാം. പലതും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ 1% തിരിച്ചറിയാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ പലതും നമുക്ക് വിശേഷതകളുണ്ട്. അനേകം നമുക്ക് സമ്പത്തുകളും സ്വത്തുക്കളും ഒക്കെ ഉണ്ട്. നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്ന അനേക ചാനലുകൾ നമുക്ക് കാണാം, അനേക വഴികൾ നമുക്ക് കാണാം, അനേക സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും നമ്മെ കൊണ്ടുപോകുന്ന വഴികളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മെ നയിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, കർത്താവുമായിട്ടുള്ള ബന്ധം, നല്ല ഇടയനെ തിരിച്ചറിയുന്ന ഒരു ബന്ധം, ഇടയന്റെ ശബ്ദം കേൾക്കുന്ന, അവന്റെ സാമീപ്യം തിരിച്ചറിയുന്ന, നമുക്കെതിരായി ഉയർന്നു വരുന്ന ശത്രുവിന്റെ ആ സാമീപ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആടുകൾക്കെല്ലാം അതിനെക്കുറിച്ചുള്ളതായ ഒരു വലിയൊരു അറിവ്, ജ്ഞാനം, ഒരു ശബ്ദം കൊണ്ട് അവരെയൊക്കെയും ഈ ശത്രുവിന്റെ സാമീപ്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. ആ സ്വഭാവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ആ ഒരു കഴിവ്, വ്യക്തിത്വം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം വളരെ താഴ്ചയിലേക്ക്, നാശത്തിലേക്ക് പോകുന്നതിനിടയായിത്തീരും. നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല. അത് നമുക്കുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും സമ്പാദിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉയരാൻ കഴിയും. ആ ഒരു ശതമാനം എങ്ങനെ, ആര് കണ്ടുപിടിക്കും? ആ നഷ്ടപ്പെട്ടു പോയ ആടേത്? ഏതാടാണ്? അതിൻ്റെ കളർ ഏതാണ്? അതിൻ്റെ ഗുണമെന്താണ്? ആ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ഇത്ര വലിയ ഇടയൻ അതിനുവേണ്ടി ജീവൻ കൊടുക്കുവാൻ കാരണമെന്താണ്? അത് സകലരിലും വ്യത്യസ്തമായ ഒരു കാര്യം. ഒരാട്ടുകുട്ടി, ഒരു സമ്പത്ത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അനേക കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വിശേഷതയുള്ള ചിലതൊക്കെ കാണും. അതിനെ തിരിച്ചറിയുവാനുള്ള ഒരു ബോധമാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് തരുന്നതായ ആ വലിയ കൃപ, ദൈവത്തിൻ്റെ സമ്പത്ത്. അതിനെ തിരിച്ചറിയുവാൻ, അതിനെ അനുഭവിച്ചറിയുവാൻ, ദൈവവുമായിട്ടുള്ള ബന്ധം, അതൊക്കെയും നമുക്ക് ജ്ഞാനം തരുന്ന വഴികളായിത്തീരും. കർത്താവുമായിട്ടുള്ളതായ ആ സംഭാഷണം നമ്മെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതായ വ്യക്തിത്വത്തെക്കുറിച്ചുള്ളതായ ഒരു പരിജ്ഞാനം നമ്മളിൽ വെളിപ്പെടുത്തി തന്നതായിരിക്കും. ആ വെളിപ്പാടിലും പരിജ്ഞാനത്തിലും ഈ നാളുകളിൽ ദൈവം നമ്മെ സൂക്ഷിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ 100% ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ ബന്ധിപ്പിക്കുന്ന ആ സ്നേഹബന്ധത്തിൻ്റെ ആ കെട്ടുകളിൽ നമ്മെ പിടിച്ചു നിർത്തുവാൻ സഹായകമാകുന്നതായ വസ്തുതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ദൈവവുമായിട്ട് ചേർന്നിരുന്ന് ജീവിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട സമാധാനമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ, കൃപ തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.